ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന് നെഞ്ചുവേന വന്നതല്ല വിഷ്ണുവേട്ടാ, വരുത്തിയതാ. എന്ത് വരുത്തിയതോ? അതെ, ഇന്നലെ ഒരാൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി. അച്ഛനായി ഉന്തും തള്ളും ബഹളം ഒക്കെയായി. അച്ഛൻ തലയിടിച്ച് വീഴുകയും ചെയ്തു. എന്നിട്ട് ഇതെന്താ ആരും എന്നോട് പറയാതിരുന്നേ? വന്നതാരെന്നറിയോ? വിഷ്ണുവേട്ടന്റെ അച്ഛന്റെ അനുജനാണെന്നാ പറഞ്ഞത്. നിങ്ങളെന്തിനാ ചോദിക്കാതെ പറയാൻ അകത്തേക്ക് കയറിയത്? ഞാൻ എന്റെ വീട്ടിലേക്ക് വരാൻ തന്നെ അനുവാദം ചോദിക്കണോ? നിങ്ങളുടെ വീടോ? ഇത് രോഹിത് സാറിന്റെ ഓഫീസാ. രോഹിത് സാറാ പറഞ്ഞിരിക്കുന്നത് ഒരാളെ അനുവാദം ഇല്ലാതെ അകത്തേക്ക് കയറ്റി വിടരുതെന്ന്. എന്നാലേ ആ രോഹിത് സാറിന്റെ ഭാര്യയാ ഞാൻ. എനിക്കിവിടെ വരാൻ ഒരാളുടെ അനുവാദം വേണ്ട. മാഡം പ്ലീസ്, രോഹിത് സാറിനോടൊന്നും ചോദിക്കാതെ. ഒരു സാറിനോടും ഞാൻ ചോദിക്കണ്ട. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? പ്രശ്നം എന്താ സാർ, ഇവര് എന്താ എനിക്ക് വേണ്ടത്? അവരവരുടെ പണി ചെയ്യട്ടെ. ഇതാണോ പണി? ഈ മദ്യക്കുപ്പികളിൽ ലേബലൊട്ടിച്ച് ആളെ കൊല്ലുന്നതാണോ പണി? ഇതെന്റെ ബിസിനസ് ആണ്. ഇത് ബിസിനസ് അല്ല, കാശുണ്ടാക്കാനുള്ള എളുപ്പ വഴി. ഇത് ഈ വീട്ടിൽ പറ്റില്ല. ഇവിടെ എന്ത് ചെയ്യണം തീരുമാനിക്കാൻ ഞാനുണ്ട്. ഞാൻ പറയുന്നതും കേട്ട് അനുസരണയോടെ ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ നിനക്ക് പോകാം. രോഹിത്തെ, രോഹിത്തെ, അപ്പൊ നിങ്ങൾ നശിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കല്ലേ? ഇനി എന്ത് നശിക്കാൻ? നശിക്കാൻ ഇനി ഒന്നുമില്ല. എല്ലാം നശിച്ച് നാറാണക്കൽ എടുത്തതിന് ശേഷമാ ഇങ്ങനൊരു ബിസിനസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ഇതെന്തായാലും തുടങ്ങി. ഇനി ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും, ആരെതിർത്താലും. അഹങ്കാരമാ നിങ്ങൾക്ക്. ആ ചന്ദ്രബോസും സുസ്മിതയും കൂടെ ഉണ്ടെന്നുള്ളതിന്റെ അഹങ്കാരം. പക്ഷെ എന്തെങ്കിലും ഒരു ചതിവ് പറ്റിപ്പോയാ രോഹിത്തെ, അവരാരും സഹായത്തിനുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇതൊന്നും തന്നെ വേണ്ടാന്ന് വെച്ചവനെ ഇനി എന്ത് വന്നാലെന്ത് വന്നില്ലെങ്കിലെന്ത്, ഇവിടെ പല ബിസിനസ് നടക്കും. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പ് തരാം. അത് മാത്രമേ തരാൻ പറ്റൂ. പപ്പിയുടെ പപ്പിയായിട്ട് വരാനല്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. പപ്പി വന്നില്ല. അല്ലെങ്കിലും മദ്യം വിതരണം നടത്തുന്ന വീട്ടില് അവള് വളരണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്റെ കൂടെ പപ്പി ഉണ്ടാവണം. പോയി പപ്പിയെ കൊണ്ടുവാ. പപ്പി ഇല്ലാതെ നീ ഇതിനകത്ത് കയറണ്ട. കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഏത് സമയത്തും പോലീസ് വന്ന് കയറുന്ന വീട്ടിലല്ല എന്റെ മോള് വളരേണ്ടത്. എന്റെ മോൾക്ക് നല്ലൊരു ഭാവിയുള്ളതാ. അത് കളഞ്ഞു ഒളിക്കാൻ ഞാൻ തയ്യാറല്ല. നീ ഈ വീട്ടിൽ ജീവിച്ചു പോണമെങ്കിൽ നിന്റെ കൂടെ പപ്പി വേണം. പപ്പി ഇല്ലാതെ നിനക്കിവിടെ കഴിയാന്ന് വിചാരിക്കണ്ട ശ്യാമേ. നീ ചെന്ന് പപ്പി വിളിച്ചോണ്ട് വാ. എന്നിട്ട് നീ ഇവിടെ പുറത്താ മതി. ഒന്ന് പെട്ടെന്നാവട്ടോ, എത്ര നേരമായി? കാണുന്നില്ലല്ലോ പൊന്നി അവരെ. അതെ, വരേണ്ട സമയം കഴിഞ്ഞു. ചേട്ടാ ചേട്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ? ഇല്ല മോളെ.
ഡോക്ടർ എന്ത് പറഞ്ഞു വിഷ്ണുട്ടാ? മരുന്ന് തന്നിട്ടുണ്ട്, പിന്നെ ശരിക്കും ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. അച്ഛനെ ഇനി പുറത്തേക്കൊന്നും ഒറ്റയ്ക്ക് വിടണ്ട. നിങ്ങളിനെ രോഗിയാക്കി മാറ്റുവാന്നല്ലോ. ആ ഒരു ബോധം ഉണ്ടായാ മതി. ഓ, പിന്നെ ഈ ഒറ്റയ്ക്കുള്ള നടപ്പും പിന്നെ ആ വഴി പോയിട്ട് അച്ഛൻ്റെ ആ നിപ്പുണ്ടല്ലോ, അതൊന്നും ഇനി സമ്മതിക്കില്ല. നൂറെ, ഈ അമ്മയുടെ കണ്ണു വെട്ടിച്ചിട്ട് അച്ഛൻ പോവാൻ നോക്കിയാ പിന്നെ നീ നോക്കിക്കോണം കേട്ടാ. അത് പിന്നെ പറയാനുണ്ടോ? ഇനിയിപ്പോ എന്റെ പകുതി ശ്രദ്ധ അച്ഛനിൽ തന്നെ ആയിരിക്കും. ഇനി ഇതാണ് അച്ഛന്റെ ലോകം. ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കണം, പറഞ്ഞില്ലെന്ന് വേണ്ട. ഉത്തരവ്. അല്ല, എനിക്കങ്ങനെ പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്നേ. ആ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ടെങ്കിലേ അത് അയാളുടെ മരുന്നിലുള്ള പരിപാടിയായിരിക്കും. അതെ. എടാ എടാ, ഒന്നുമില്ലടാ. ദേ നോക്കാം, എനിക്ക് ഒരു വേദനയില്ല. ഇല്ല ഇല്ല ഇല്ല, ആ ബുദ്ധിമുട്ട് കണ്ടത് ഞാനല്ലേ. വേദന കൊണ്ട് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നിന്നെ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ നിന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ചുമ്മാ ചുമ്മാ ചുമ്മാ. ശാന്തേ, പലഹാരത്തിനുള്ള മാവിട്ടോ? ഓ സത്യമേ. എന്നാ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ. ഇന്നു മുതല് നമ്മൾ വീണ്ടും നമ്മുടെ പണി ശ്രദ്ധിക്കാൻ പോവാ. രാഘവേട്ട, കിടക്കുന്നതിന് മുമ്പ് ആ ഷീറ്റ് ഒന്ന് ഞാൻ മാറ്റട്ടെ. കുറച്ചു ദിവസം ആയതല്ലേ. എല്ലാവരും എന്നെ ഇങ്ങനെ രോഗിയാക്കുവാന്നല്ലോ. എടാ, എനിക്കൊന്നുമില്ലടാ. പറ, ഒന്നുമില്ലെന്ന്. വിഷ്ണുട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് വരുമോ? എന്ത്? എനിക്കങ്ങനെ അറിയാം. നീ പോയി ചോദിക്കും. അടങ്ങിയിരുന്നോണേ. മോനെ, അച്ഛന് നെഞ്ചുവേന വന്നതല്ല വിഷ്ണുട്ടാ, വരുത്തിയതാ. എന്ത് വരുത്തിയതോ? അതെ, ഇന്നലെ ഒരാൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി. അച്ഛനായി ഉന്തും തള്ളും ബഹളം ഒക്കെയായി. അച്ഛൻ തലയിടിച്ച് വീഴുകയും ചെയ്തു. എന്നിട്ട് ഇതെന്താ ആരും എന്നോട് പറയാതിരുന്നേ? വന്നതാരെന്നറിയോ? വിഷ്ണുട്ടന്റെ അച്ഛന്റെ അനുജനാണെന്നാ പറഞ്ഞത്.